ഗുഡ് മോർണിംഗ് ഡിയർ പാരൻസ് ആൻഡ് സ്റ്റുഡൻസ്. വിദേശ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ ഏത് കോഴ്സ് പഠിക്കണം, ഏത് യൂണിവേഴ്സിറ്റിയിൽ ചേരണം, ഏത് രാജ്യത്ത് പഠിക്കണം, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ കുട്ടികൾക്കും രക്ഷിതാക്കളിലും എല്ലാം ഉണ്ട്. ഈ ഒരു അവസരത്തിലാണ് ഇത്തരം ഒരു സാധ്യതയെക്കുറിച്ച് ആളുകൾ നമ്മളോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സംശയം തീർക്കാനായിട്ട് ഒരു മീഡിയ ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതുപോലെ യൂട്യൂബൊക്കെ ഉപയോഗിച്ച് തുടങ്ങുകയാണ്. ഇന്ന് മുതൽ നമ്മൾ യൂട്യൂബിൽ ഒരു പുതിയ ചാനൽ എജു യൂണിവേഴ്സിൻ്റെ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള കോഴ്സുകളെ കുറിച്ച്, അവയുടെ സ്കോളർഷിപ്പിൻ്റെ സാധ്യതകളെക്കുറിച്ച്, യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങിനെ കുറിച്ച്, അവിടെ പഠിച്ചു കഴിഞ്ഞാലുള്ള ജോലി സാധ്യതകളെ കുറിച്ച്, ഇത്തരം കാര്യങ്ങളിൽ കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കുട്ടികൾക്കും പാരൻസിനും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഞാൻ ഉറപ്പാക്കുകയാണ്. സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു. നമ്മളെന്ന് പറയുന്നത് പ്രധാനമായും കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ജർമ്മനിയിലേക്ക് പോകുന്ന ഒരു കോഴ്സിനെ കുറിച്ച് പറയാനാണ്. ഫ്രീ എഡ്യൂക്കേഷൻ ഇൻ ജർമ്മനി, അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്നാണ് അതിന് ജനറലി പറയാം. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഒരു 55% അതിന് മുകളിൽ മാർക്കുണ്ടെങ്കിൽ, ജർമ്മൻ ലാംഗ്വേജിൻ്റെ B2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഫ്രീ ആയി പഠിക്കാമെന്ന് മാത്രമല്ല, ഏകദേശം 1.25 ലക്ഷം രൂപ മന്ത്ലി സ്റ്റൈപ്പൻഡ് കിട്ടുന്ന പ്രോഗ്രാമാണ് ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമുകൾ. ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ പോലെയാണെങ്കിലും അതിൽ വ്യത്യസ്തമായിട്ട് പ്രാക്ടിക്കൽ സൈഡാണ് കൂടുതലുള്ളത്. 60% പ്രാക്ടിക്കൽ വർക്കുകളും 40% തിയറി കൂടി ചേർന്നതാണ് ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമുകൾ. 3 വർഷത്തെ ഈ പ്രോഗ്രാമിന് 3 വർഷവും കുട്ടികൾക്ക് നല്ല രീതിയിൽ സ്റ്റൈഫൻഡ് ലഭിക്കും. 1000 യൂറോ മുതൽ 1400 യൂറോ വരെ സ്റ്റൈഫൻഡ് ലഭിക്കുന്ന നൂറുകണക്കിന് പ്രോഗ്രാമുകൾ ജർമ്മനിയിലുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അധികം നമ്മൾ കേട്ടിട്ടുള്ളത് നേഴ്സിങ്ങിനെ കുറിച്ചിട്ടാണ്. കാരണം ആളുകൾക്ക് കൂടുതൽ അറിയുന്നത് നേഴ്സിങ്ങിനെ കുറിച്ചിട്ടായിരിക്കും. ഏറ്റവും കൂടുതൽ സ്റ്റൈഫൻഡ് കിട്ടുന്ന പ്രോഗ്രാം നേഴ്സിംഗ് ആണ്, ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ എൻജിനീയറിങ്, കോമേഴ്സ് മേഖലകളിലൊക്കെ, IT മേഖലകൾ ഉൾപ്പെടെ ധാരാളം പ്രോഗ്രാമുകളും ജർമ്മനിയിലെ ഹൗസ് ബിൽഡിങ്ങിലൂടെ നമുക്ക് പഠിക്കാം. ഈ ഹൗസ് ബിൽഡിങ്ങിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പഠിക്കുന്ന 3 വർഷവും അവിടെ PR-ന് പരിഗണിക്കും. അതാണ് ജർമ്മനി തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണം. അത് കഴിഞ്ഞ് 2 വർഷം നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്തെ പൗരനുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കും. ഒരു 19 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് കാലയളവിൽ മാസം നമുക്ക് ഏകദേശം 1.25 ലക്ഷം സ്റ്റൈപ്പൻഡ് ലഭിക്കുമ്പോൾ നമ്മുടെ ചിലവൊക്കെ കഴിച്ച് ഒരു 40,000-45,000 റുപ്പീസ് നമുക്ക് വീട്ടിലേക്ക് അയക്കാൻ പറ്റുമെന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ നാട്ടിലെ ഏത് ജോലിക്ക് എടുത്താലും ഇത്ര ഒരു എമൗണ്ട് കിട്ടില്ല. അത് ഈ 3 വർഷവും പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിനേക്കാളും കൂടുതൽ സെക്കൻഡ് ഇയറിനേക്കാളും കൂടുതൽ തേർഡ് ഇയറും അവർക്ക് സ്റ്റൈഫൻഡ് ലഭിക്കും. അത് മാത്രമല്ല, വെക്കേഷന് നമ്മുടെ കുട്ടികൾക്ക് യൂറോപ്പിൽ എവിടെയും സഞ്ചരിക്കാനുള്ള ഒരു വിസ, ഷെങ്കൻ വിസയാണ് ഇവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ സമീപ പ്രദേശങ്ങളായിട്ടുള്ള ഇപ്പോൾ ബെൽജിയോ, ഫ്രാൻസോ, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഹോളണ്ട്, നമ്മളെ ആംസ്റ്റർഡാമിലേക്കൊക്കെ പോകാനായിട്ട് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ചിലവില്ലാതെ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് കോയമ്പത്തൂർ പോകുന്ന ലാഘവത്തോടെ പോയി വരാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഷെങ്കൻ വിസ ലഭിക്കുന്നുണ്ട് ഈ കുട്ടികൾക്ക് ലഭിക്കും. ഈ പ്രോഗ്രാമിന് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ജർമ്മനിയിലെ മറ്റ് പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ബ്ലോക്ക്ഡ് അക്കൗണ്ടായിട്ട് ഏകദേശം 11 ലക്ഷം രൂപ ബാങ്കിൽ വേണം. എന്നാൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനെ സംബന്ധിച്ച് അത്തരം ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസിൻ്റെ ആവശ്യം കുട്ടികൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചും അവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചും ചെറിയ തോതിൽ, അല്ലെങ്കിൽ അധികം പണച്ചെലവാതെ തന്നെ ജർമ്മനിയിലെത്താനും അവരുടെ ഭാവി, കുട്ടികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ കോഴ്സുകളാണ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം ജർമ്മനിയിൽ ഇത്ര ഹിറ്റായതെന്ന് വെച്ചാൽ, ഒന്നാമത് ലോകത്തിലെ ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ജർമ്മനിയിലുള്ളത്. രണ്ടാമതായിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ എഡ്യൂക്കേഷനാണ് ജർമ്മനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നമുക്ക് മാന്യമായ ഒരു സ്റ്റൈഫൻഡ് ലഭിക്കുക, നമുക്ക് ഷെങ്കൻ വിസ ലഭിക്കുക. പിന്നെ യൂറോപ്പിലെ ഏറ്റവും നല്ലൊരു എക്കണോമി ഉള്ള രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസൊക്കെ മറ്റേത് രാജ്യത്തെക്കാളും വളരെ നല്ലതാണ്. ഈ വക കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ജർമ്മനി ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആവാനുള്ള കാരണം. ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൻ്റെ ചെറിയൊരു വിവരണമാണ് ഞാൻ നൽകിയത്.
തുടർന്നുള്ള വീഡിയോകളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തുടർന്ന് അത് കാണുക. അപ്പോൾ ബാക്കി കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് പിന്നെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്പറിൽ കൂടെ വാട്സപ്പ് വഴിക്കോ ഏതെങ്കിലും മീഡിയ ഉപയോഗിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി പറയാൻ സന്തോഷമുള്ളൂ. താങ്ക് യു.